പൂർവ്വരാഗിലെ ദൂസരാ ഗീത്. അതിനകത്ത് നമ്മൾ കാണുന്നത് രാധയാണ്. കൃഷ്ണനോട് അനുരാഗ വിവശയായി നിൽക്കുന്ന രാധയെയാണ് നമ്മൾ ദൂസരാ ഗീതിൽ കാണുന്നത്. അതായത് രാധ കെ മനമേ കൃഷ്ണക്കെ പ്രതി അതീവ ആസക്തി ഹെ. കൃഷ്ണനോട് അതിയായ സ്നേഹമോ പ്രണയമോ നിറഞ്ഞു നിൽക്കുന്ന രാധയെ നമ്മളിവിടെ കാണുന്നു. ലേക്കിൻ ഉസ്മേം നാരി സുലഭ ലജ്ജ ഹെ. എന്നാൽ സ്ത്രീ സഹജമായ ലജ്ജ കൊണ്ട് കൃഷ്ണൻ്റെ മുന്നിലേക്ക് പോകാൻ അവൾക്ക് കഴിയുന്നുമില്ല. ആ ഒരു അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. ഉസേ ഓ ജിപ്കർ ഖടി ഹോ ജാതി ഹെ. കൃഷ്ണനിൽ നിന്ന് ഒളിച്ചും മറഞ്ഞും നിൽക്കുന്ന എന്നാൽ കൃഷ്ണനോട് ചേരാൻ ആഗ്രഹിക്കുന്ന രാധയെ നമ്മളവിടെ കാണുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അദ്വൈത ഭാവനയാണ്. അദ്വൈതം എന്ന് പറയുന്നത് ആത്മ और പരമാത്മാ दोनों के बीच की അഭിന്നത है. ജീവാത്മാവായ രാധയും, അതായത് മനുഷ്യ ആത്മാവായ രാധയും പരമാത്മാവായ അതായത് ഈശ്വരനായ കൃഷ്ണനും. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ദോനോക്കെ ബീച്ച് കാ മിലൻ ഹോ രഹാ ഹെ. അവർ തമ്മിലാണ് അവിടെ ഒന്ന് ചേരുന്നത്. ഒന്ന് ജീവാത്മാവാണ്, ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായ രാധ. മറ്റേത് പരമാത്മാവാണ്, ഈശ്വരീയ സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണൻ. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്ന ആശയമാണ് ഈ അദ്വൈത ഭാവന എന്ന് പറയുന്നത്. അതായത് ഈശ്വരനും മനുഷ്യനും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്നുള്ള ഒരു ഭാവന. അപ്പോൾ നമ്മളിത് ഈ ഒരു കാവ്യം നമ്മൾ പഠിച്ചെത്തുമ്പോഴേക്കും നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു തോട്ടിലേക്കാണ് നമ്മൾ എത്തുക. അതായത് ജീവാത്മാ और പരമാത്മാ दोनों अभिन्न नहीं है, दोनों एक है. അപ്പോൾ അവിടെ ജീവാത്മാവായിട്ട് നമ്മൾ രാധയെ കാണുന്നു, പരമാത്മാവായിട്ട് ശ്രീകൃഷ്ണനെ കാണുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള അഭിന്നതയാണ്, അല്ലെങ്കിൽ അവർ രണ്ടും ഒന്നാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന രാധ വളരെ ലജ്ജാവതിയായി നിൽക്കുകയാണ്. കൃഷ്ണനോട് പ്രണയ പാരവശ്യത്തിലാണവൾ. പക്ഷേ ലജ്ജ കാരണം കൃഷ്ണൻ്റെ മുന്നിലേക്ക് പോകാൻ വളരെയധികം മടിക്കുകയും സ്വയം ഛിപ് ജാതി ഹെ, മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന രാധയെ നമ്മൾ കാണുകയാണ് ഇവിടെ. അപ്പോൾ രാധ കൃഷ്ണനോട് മനസ്സുകൊണ്ട് സംസാരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വരികളിലേക്ക് പോകാം. ദൂസരാ ഗീത്. യഹ് ജോ അകസ്മാത് आज मेरे जिस्म के सितार के एक एक तार में तुम झंगार उड़े हो. सच बतलाना मेरे स्वर्णिम संगीत, तुम कब से मुझ में छिपे सो रहे थे. सुनो, मैं अक्सर अपने सारे शरीर को पोर पोर को अवगुंठन में ढक कर तुम्हारे सामने गई. मुझे तुमसे कितनी लाज आती थी. मैंने अक्सर अपनी हथेलियों में अपना लाज से आरक्त मुँह छिपा लिया है. मुझे तुमसे कितनी लाज आती थी. मैं अक्सर तुमसे केवल तम के प्रगाढ़ पर्दे में मिली, जहाँ हाथ को हाथ नहीं सूझता था. मुझे तुमसे कितनी लाज आती थी. पर हाय, मुझे क्या मालूम था कि इस वेला जब अपने को अपने से छिपाने के लिए मेरे पास कोई आवरण नहीं रहा, तुम मेरे जिस्म के एक एक तार से झंगार उड़ोगे. सुनो, सच बतलाना मेरे स्वर्णिम संगीत, इस क्षण की प्रतीक्षा में तुम कब से मुझ में छिपे सो रहे थे. അപ്പോൾ അതാണ് ദൂസരാ ഗീത് എന്ന് പറയുന്നത്. വരികളിലേക്ക് പോകാം. യഹ് ജോ അകസ്മാത് आज मेरे जिस्म के सितार के एक एक तार में तुम झंगार उड़े हो. യഹ് ജോ അകസ്മാത്. അകസ്മാത് എന്ന് പറഞ്ഞാൽ ആകസ്മികമായിട്ടാണ്, ആകസ്മികമായിട്ട്, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ. അപ്പോൾ ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മേരെ ജിസ്മ കെ സിതാർ, രാധ സ്വന്തം ശരീരത്തെ സിതാറിനോടാണ് ഉപമിക്കുന്നത്. സിതാറിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന സുവർണ സംഗീതമായി ശ്രീകൃഷ്ണനെയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ സ്വന്തം ജിസ്മുക്കോ, അപ്നെ ജിസ്മുക്കോ, ജിസ്മ മാനെ ശരീർ, അപ്നെ ശരീർ കോ വേ സിതാർ സേ ഉപമാ കർത്തി ഹെ. ഒരു സിതാറിനോടാണ്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനോട് സ്വയം അവളുടെ ശരീരത്തെ ഉപമിക്കുകയും അതിൽ നിന്നുതിരുന്ന മധുര സംഗീതമായിട്ട് ശ്രീകൃഷ്ണനെ പറയുകയും ചെയ്യുന്നു. അതായത്
അവളിൽ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ്. അതായത് സിതാറിനുള്ളിൽ സംഗീതം ഉറങ്ങിക്കിടക്കുന്നത് പോലെ, ഒരു സ്പർശനം കൊണ്ട് അതിലെ സംഗീതം പുറപ്പെടുന്നത് പോലെ രാധയ്ക്കുള്ളിൽ തന്നെ കൃഷ്ണൻ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അലിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ സ്പർശനം മതിയാകും, എന്തെങ്കിലും ഒരു ചെറിയ പ്രൊവക്കേഷൻ മതിയാകും ആ തന്ത്രി മീട്ടാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് മധുര സംഗീതം ഉതിർന്നു വരാൻ എന്നാണ് രാധ അവിടെ പറയുന്നത്. ഇന്ന് വളരെ ആകസ്മികമായി മേരെ ജിസ്മക്കെ സിതാരക്കെ ഏക്ക് ഏക്ക് താരുമേം തും ഝങ്കാറുഢേ, വളരെ ആകസ്മികമായിട്ട് എൻ്റെ ശരീരമാകുന്ന സിതാറിലെ ഏക്ക് ഏക്ക് താറുമേം, താർ തന്ത്രിയാണ്, ഓരോ തന്ത്രികളിൽ നിന്ന് തും ഝങ്കാറുഢേ, ഝങ്കാറുടന എന്ന് പറഞ്ഞാൽ തന്ത്രി മീട്ടുമ്പോൾ വരുന്ന ആ മധുര സംഗീതം അലയടിക്കുന്നു, അതാണ് ഝങ്കാറുടന എന്ന് പറയുന്നത്, ഝങ്കാർ. അപ്പോൾ ആ സംഗീതം അലയടിച്ചു, നീയാകുന്ന സംഗീതം ഇന്ന് അലയടിച്ചു. വളരെ ആകസ്മികമായി എൻ്റെ ശരീരമാകുന്ന സിതാറിൽ നിന്ന് ശ്രീകൃഷ്ണനാകുന്ന മധുര സംഗീതം ഇന്ന് വളരെ മനോഹരമായി എല്ലായിടവും മുഴങ്ങിക്കേട്ടു എന്നാണ് പറയുന്നത്. സച്ച് ബത്ലാന മേരെ സ്വർണിം സംഗീത്, സത്യം പറയൂ എൻ്റെ സ്വർണിമ സംഗീത്. സ്വർണിം സംഗീതം എന്ന് പറഞ്ഞാൽ സുവർണ സംഗീതം അല്ലേ, അഡോറബിൾ എന്നുള്ളതാണ്. അപ്പോൾ വളരെ സുന്ദരമായ ആ സംഗീതമായിട്ട് ശ്രീകൃഷ്ണനെയാണ് പറയുന്നത്. കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഹേ സ്വർണിം സംഗീത്, എന്നിൽ ഉറങ്ങിക്കിടന്ന സുവർണ സംഗീതമേ സത്യം പറയൂ. തും കബ്സെ മുജ്മേ ജിപേ സോരഹേ ഥേ, നീ എന്നു മുതലാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് മയങ്ങാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നീ എന്നാണ് വേരുപിടിച്ചത്? അപ്പോൾ എൻ്റെ ശരീരമാകുന്ന ഈ സിതാറിനുള്ളിൽ നീ എന്നാണ് കയറി പറ്റിയത് എന്നാണ് കൃഷ്ണനോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു സിതാറിനുള്ളിൽ മധുര സംഗീതം ഉറങ്ങിക്കിടക്കുന്നത് പോലെ രാധയുടെ ഉള്ളിൽ തന്നെ ശ്രീകൃഷ്ണൻ ഉറങ്ങിക്കിടന്നിരുന്നു. അപ്പോൾ എന്നു മുതലാണ് നീ എൻ്റെ മനസ്സിൽ കയറി പറ്റിയത് എന്ന് കൃഷ്ണനോട് ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണനെ അവൾ വിശേഷിപ്പിക്കുന്നത് സുവർണ സംഗീതം എന്നാണ്, സ്വയം വിശേഷിപ്പിക്കുന്നത് സിതാർ എന്നാണ്. അപ്പോൾ സിതാറിൽ ഒളിഞ്ഞു കിടക്കുന്ന സുവർണ സംഗീതമായി പറയുന്നത് കൃഷ്ണനെയാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ഉപമയാണ് അവിടെ നമ്മൾ കാണുന്നത്. യഹ് ജോ അകസ്മാത് ആജ് മേരെ ജിസ്മ കെ സിതാർ കെ ഏക്ക് ഏക്ക് താരുമേം തും ഝങ്കാറുഢേ. അപ്പോൾ ഓരോ തന്ത്രികളിൽ നിന്നും നീ ഇന്ന് മുഴങ്ങിക്കേട്ടു, നീയാകുന്ന സംഗീതം. അപ്പോൾ കൃഷ്ണനോടുള്ള പ്രണയ പാരവശ്യമാണ് നമ്മളവിടെ കാണുന്നത്. സച്ച് ബത്ലാന മേരെ സ്വർണിം സംഗീത്, സത്യം പറയൂ എൻ്റെ സുവർണ സംഗീതമേ. അതായത് ശ്രീകൃഷ്ണനോട് തന്നെയാണ് ചോദ്യം. തും കബ് സേ മുജ്മേം ചിപേ സോരഹേ ഥേ, നീ എന്നാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിക്കൂടിയത്, എന്നിലുള്ളിലിരുന്ന് നീ എന്നാണ് ഇങ്ങനെ മറഞ്ഞിരിക്കാൻ തുടങ്ങി, എൻ്റെ ഉള്ളിൽ എന്നാണ് നീ ഇങ്ങനെ മറഞ്ഞിരിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുന്നു. സുനോ മേ അക്സർ അപ്നെ സാരേ ശരീർ കോ പോർ പോർ കോ അവഗുണ്ഠൻ മേം ഠങ്കർ തുമാരെ സാമനെ ഗയി, മുझे തുംസെ കിതനി ലാജ് ആതി ഥി. അപ്പോൾ അവിടെ ആ വരികളിൽ പറയുന്നത് കൃഷ്ണനെ കാണുമ്പോഴുള്ള തൻ്റെ കാമുകനെ കാണുമ്പോൾ ആ പെൺകുട്ടിക്കുണ്ടാകുന്ന ലജ്ജ, അതാണ് ആ വരികളിൽ കാണുന്നത്. അപ്പോൾ രാധ കൃഷ്ണനെ കാണുന്ന സമയത്ത് തുംസെ കിതനി ലാജ് ആതി ഥി, സുനോ മേ അക്സർ അപ്നെ സാരെ ശരീർ കോ പോരു പോരു കോ. അപ്പോൾ അപ്നെ സാരെ ശരീർ കോ, എൻ്റെ സമ്പൂർണ്ണ ശരീരത്തെ, ഉസ്കെ പോർ പോർ കോ, അതിൻ്റെ ഓരോ പോർ എന്ന് പറയുന്നത് അതിൻ്റെ ജോയിൻസ് ആണ്, നമ്മുടെ റിസ്റ്റ് ചേരുന്ന ഭാഗം അല്ലെങ്കിൽ കൈമുട്ട് ചേരുന്ന ഭാഗത്തൊക്കെ ആ ഒരു ജോയിൻസിനെയാണ് നമ്മൾ പോർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ മുഴുവൻ ശരീരത്തെയും എന്നാണ്, ശരീരത്തിൻ്റെ ഓരോ മടക്കുകളെ പോലും എന്നാണ്. അവഗുണ്ഠന്മേം ഠങ്കർ, അവഗുണ്ഠൻ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ശരീരത്തെ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന കവർ എന്നാണ് അവഗുണ്ഠൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ തലയിലൂടെ വലിച്ചിടുന്ന ആ മൂടുപടം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ സാരി ഒന്നുകിൽ സാരിയുടെ മുന്താണി ആയിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഷോളായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മുഖം മറച്ച് നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ എന്താണ്, അത് നോർത്തിലൊക്കെ നമ്മൾ ഇപ്പോഴും അങ്ങനെയാണ് സ്ത്രീകൾ. പുരുഷന്മാരുടെ മുന്നിൽ നേരിട്ട് വരില്ല. അന്യപുരുഷന്മാരാണെങ്കിൽ മുഖം വലിച്ച് മുഖത്തേക്ക് ഇട്ടിട്ടാണ്, മൂടുപടം വലിച്ച് മുഖത്തേക്ക് ഇട്ടിട്ടാണ്
വന്ന് നിന്ന് സംസാരിക്കാറുള്ളത്. അതായത് മുഖം അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതി ഉണ്ട്. അപ്പോൾ അതിനെയാണ് അവിടെ പറയുന്നത് മേ അപ്നെ സാരേ ശരീരക്കോ അവഗുണ്ഠൻ മേ ഠങ്ക് കർ. അപ്പോൾ ഈ മൂടുപടം വെച്ച് മറച്ചുകൊണ്ടാണ്, ഠങ്കന എന്ന് പറഞ്ഞാൽ മൂടുക. അപ്പോൾ ഈ എൻ്റെ സാരി തുമ്പ് വെച്ച് അല്ലെങ്കിൽ എൻ്റെ ദാവണി വെച്ച് ഞാൻ എന്നെ മറച്ചുകൊണ്ടാണ് തുമാരെ സാമ്നെ ആയി ഹെ, എപ്പോഴും ഞാൻ നിൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്, നിൻ്റെ മുന്നിൽ ഞാൻ പ്രകടമായി വന്നിട്ടില്ല എന്നാണ് രാധ കൃഷ്ണനോട് പറയുന്നത്. ക്യോങ്കി അതിൻ്റെ റീസൺ പറയുന്നു മുझे തുംസെ ലാജാത്തി थी. എൻ്റെ റീസൺ എന്താണ്? എനിക്ക് നിന്നെ കാണുമ്പോൾ അത്രത്തോളം ലജ്ജ വരാറുണ്ട്. അപ്പോൾ ഞാൻ അത്രയും നിന്നെ കാണുമ്പോൾ ഷൈ ആകുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മുഖം മറച്ചുകൊണ്ട് നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. അപ്പോൾ മേ അക്സർ അപ്നെ സാരേ ശരീരക്കും, അപ്പോൾ എൻ്റെ ശരീരത്തെ മുഴുവൻ മറച്ച് എൻ്റെ മുഖം പോലും മറച്ചിട്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ വരാറുള്ളത്. മുझे തുംസെ കിतनी लाज आती थी. मैं अक्सर तुमसे केवल तमके പ്രഗാഢ പർദ്ദേമേ മിലി. അപ്പോൾ ഞാൻ എപ്പോഴും നിന്നെ കാണാറുള്ളത് അല്ലെങ്കിൽ നിൻ്റെ മുന്നിൽ വരാറുള്ളത് തമുക്കെ പ്രഗാഢ പർദ്ദേമേ ഹെ. പ്രഗാഢമായ പർദ്ദ എന്ന് പറഞ്ഞാൽ ഗാഠമായ ആവരണം കൊണ്ട് മറച്ച്, ഇരുട്ടാകുന്ന, തമ് എന്ന് പറയുന്നത് ഇരുട്ടാണ്, തമസ് ഇരുട്ട്. അപ്പോൾ ഇരുട്ടിൻ്റെ ആവരണത്തിൽ എന്നെ ഒളിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു പർദ്ദയ്ക്കുള്ളിൽ എൻ്റെ ശരീരം ഒളിപ്പിച്ചിട്ടാണ്, ഒരു ആവരണത്തിനുള്ളിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരം ആകെ മൂടി പൊതിച്ചാണ് ഞാൻ നിൻ്റെ മുന്നിൽ ഇന്ന് വരെയും വന്നിട്ടുള്ളത്. തമുക്കെ പ്രഗാഢ പർദ്ദേമേഹി മേ തുംസെ മിലിഹും. അപ്പോൾ എപ്പോഴും നിനക്കും എനിക്കും ഇടയിൽ ഒരു പർദ്ദ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മറ, ഒരു മൂടി ഉണ്ടായിട്ടുണ്ട്. തമുക്കെ പ്രഗാഢ പർദ്ദ, പർദ്ദ എന്ന് പറയുന്നത് അതാണ് നമുക്കിടയിലുള്ള ആ ഒരു ആവരണം. അപ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് മാത്രമേ ഞാൻ ഇന്നുവരെയും നിന്നെ കണ്ടിട്ടുള്ളൂ. ജഹാം ഹാത്ത് കോ ഹാത്ത് നഹി സൂചിതാ ഥാ. ഹാത്ത് കോ ഹാത്ത്, അപ്പോൾ ഒരു കൈ മറ്റേ കൈ തിരിച്ചറിയില്ല, ഒരു കൈയെ മറ്റേ കൈ തിരിച്ചറിയില്ല എന്നാണ് ഹാത്ത് കോ ഹാത്ത് സൂചന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈകൾക്കിടയിൽ ആ ഒരു തുണിയുടെ ആവരണം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാത്ത് കോ ഹാത്ത് നഹീം സൂചിത, സൂചന എന്ന് പറഞ്ഞാൽ ആ ഒരു ബോധമുണ്ടാവുക, തിരിച്ചറിയുക എന്നാണ്. അപ്പോൾ പരസ്പരം തൊട്ടിട്ടില്ല എന്നാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈ നിന്നെ സ്പർശിച്ചിട്ടേയില്ല, അല്ലെങ്കിൽ നിൻ്റെ കൈ കൊണ്ട് നീ എന്നെ സ്പർശിച്ചിട്ടേയില്ല. ഹാത്ത് കോ ഹാത്ത് നഹീം സൂചിത ഥാ. അപ്പോൾ പരസ്പരം നമ്മൾ സ്പർശിച്ചിട്ടേയില്ല, എൻ്റെ കൈ നീ കണ്ടിട്ടേയില്ല. ഹാത്ത് സേ മേരെ ഹാത്ത് സേ തുജ്കോ മേനെ കഭി ജുവാ നഹീം തുമ്നെ ഭി മുझे കഭി നഹീം ജുവാ ഹെ. അപ്പോൾ നമ്മുടെ കൈകൾ പരസ്പരം, നമ്മൾ കൈകൾ കൊണ്ട് പോലും പരസ്പരം ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മുझे തുംസെ കിത്നി ലാജ് ആതി ഥി, അത്രത്തോളം മേ തുംസെ ശർമിന്ദാ ഹൂം, നിൻ്റെ മുന്നിൽ ഞാൻ അത്രത്തോളം ലജ്ജാവതിയായിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കൃഷ്ണനോട് തൻ്റെ നാണത്തെക്കുറിച്ചാണ് അവൾ പറയുന്നത്. കൃഷ്ണനെ കാണുമ്പോൾ തനിക്ക് അനുഭവപ്പെടുന്ന ആ ലജ്ജയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രാധ പറയാൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനോടുള്ള പ്രണയമാണ്. ആ പ്രണയത്തിൻ്റെ ആധിക്യത്തിൽ കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ താൻ എത്രത്തോളം ലജ്ജാവതിയാകുന്നു, ആ ലജ്ജ മറയ്ക്കാനായി, അല്ലെങ്കിൽ പരസ്പരം ഉണ്ടാകുന്ന ആ ഒരു ഐ കോണ്ടാക്റ്റ് മറയ്ക്കാനായിട്ട് മുഖത്തേക്ക് വലിച്ചിടുന്ന ആ മൂടുപടത്തെക്കുറിച്ച് പറയുന്നു. പരസ്പരം കൈകൾ കൊണ്ടുപോലും അവർ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അപ്നേ സെ അപ്നേ കോ ഛിപാന സംഭവ് ഹേ യാ നഹീം എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയത്തിൽ, അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള പ്രണയത്തിനിടയിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് തന്നെ മറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ലേക്കിൻ വോ അസംഭവ് ഹേ, അതുകൂടി രാധ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു മൂടുപടം ഉണ്ടെങ്കിലും നമുക്കിടയിൽ ഒരു മറ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത് മനസ്സുകൊണ്ടുള്ള അടുപ്പത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു മറയുമില്ലാതെ തുറന്ന് സ്നേഹിക്കുന്ന നമുക്കിടയിൽ ശാരീരികമായ ആ ഒരു അടുപ്പം ഇല്ല എന്ന് രാധ പറയുകയാണ്. അപ്പോൾ മേനെ അക്സർ അപ്നി ഹഥേലിയോ മേ
അപ്ന ലാജ് സെ ആരക്ത് മുഖ് ചിപ്പാ ലിയാ ഹെ. നിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ലാജ് സെ ആരക്ത് മുഖ്, ലജ്ജ കൊണ്ട് രക്തവർണമായ എൻ്റെ മുഖം, നാണം കൊണ്ട് ചുവന്നു തുടുത്ത എൻ്റെ മുഖം. ആരക്തം എന്ന് പറഞ്ഞാൽ രക്തം ഇറ്റുന്ന എന്നാണ്. അപ്പോൾ ചോര തിങ്ങുന്നത് എന്താണ്? മുഖം ചുവന്നു തുടുക്കുന്നത് നാണം കൊണ്ടാണ്. അപ്പോൾ മേരാ മുഖ് ലാജ്, ലാജ് മാനെ ലജ്ജ. അപ്പോൾ ലജ്ജ കൊണ്ട് ചുവന്നു തുടുക്കുന്ന എൻ്റെ മുഖം അപ്നി ഹഥേലിയോ സെ ജിപാ ലിയാ ഹെ. എൻ്റെ കൈകൾ കൊണ്ട്, ഹഥേലി എന്ന് പറയുന്ന കൈവെള്ള, എൻ്റെ കൈവെള്ളകൾ കൊണ്ട് മേനെ ചിപ്പാ ലിയാ ഹെ, ഞാൻ മറയ്ക്കാറുണ്ട്. നിന്നെ കാണുമ്പോഴൊക്കെ നാണം കൊണ്ട് ചുവന്നു തുടുക്കുന്ന എൻ്റെ ആ മുഖം, ആരക്ത് എന്ന് പറയുന്നതാണ്, ചുവന്നു തുടുക്കുന്ന ആ മുഖം ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് മറയ്ക്കാറുണ്ട്. മേ അക്സർ തുംസെ കേവൽ തമുക്കെ പ്രഗാഢ പർദ്ദമേ മിലി. ഞാൻ എപ്പോഴും നിന്നെ കണ്ടിട്ടുള്ളത് എവിടെയാണ്? തമുക്കെ പ്രഗാഢ പർദ്ദമേ ഹെ, ഇരുട്ടിൻ്റെ ഗാഠമായ പർദ്ദയ്ക്കുള്ളിൽ മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. അതായത് പ്രകാശത്തിൽ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ആവരണത്തിലൂടെ മാത്രം, മുഖത്തേക്ക് വലിച്ചിട്ട ആ ആവരണത്തിലൂടെ, അപ്പോൾ ഇരുട്ടാണല്ലോ, അപ്പോൾ വ്യക്തമായി നിന്നെ ഞാൻ കണ്ടിട്ടില്ല. മുഖത്തേക്ക് വലിച്ചിട്ട എൻ്റെ മൂടുപടത്തിനുള്ളിലൂടെ മാത്രമാണ് ഞാൻ നിന്നെ ഇന്നുവരെയും കണ്ടിട്ടുള്ളത്. തമുക്കെ പ്രഗാഢ്, ഗാഠമായ, അതാണ് പ്രഗാഢ്, പർദ്ദേമേം, പർദ്ദ, ആ ഒരു മൂടുപടത്തിനുള്ളിലൂടെ മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. ജഹാം ഹാത്ത് കോ ഹാത്ത് നഹി സൂചിതാ ഥാ മുझे തുംസെ കിത്നി ലാജ് ആതി ഥി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കൈകൾ കൊണ്ടുള്ള ആ ഒരു ടച്ച് പോലും നമുക്കിടയിൽ വന്നിട്ടില്ല. ഞാൻ അത്രത്തോളം നിൻ്റെ മുന്നിൽ ലജ്ജാവതിയായിരുന്നു. മുझे തുംസെ കിത്നി ലാജ് ആതി ഥി. ഞാൻ നിൻ്റെ മുന്നിൽ എത്രത്തോളം ലജ്ജാശാലിയായിരുന്നു, ലജ്ജാവതിയായിരുന്നു. അപ്പോൾ ഇനി അവൾ തിരിച്ചറിയുകയാണ്, കൃഷ്ണനിൽ നിന്ന് അവൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് അത് സംഭവ്യമാണോ എന്ന് അവൾ ചിന്തിക്കുന്നു. पर हाय मुझे क्या मालूम था कि इस वेला जब अपने को अपने से छिपाने के लिए मेरे पास कोई आवरण नहीं रहा. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ഈ ഒരു വേള, ഈ ഒരു അവസരം, ഈ ഒരു അവസരത്തിൽ ഞാൻ തിരിച്ചറിയുകയാണ്. എന്താണ് തിരിച്ചറിയുന്നത്? അപ്നേക്കോ അപ്നേസെ അപ്നേക്കോ ജിപാന സംഭവ് നഹി ഹെ. എന്താണ്? അപ്നേക്കോ അപ്നേസെ ജിപാന, എന്നിൽ നിന്ന് എന്നെ തന്നെ ഒളിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്താണ് ആ വരികളുടെ ആശയം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് അദ്വൈതവാദം. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നതും ഞാൻ തന്നെയാണെന്ന് രാധ തിരിച്ചറിയുകയാണ്. രാധയും ഞാൻ തന്നെ, കൃഷ്ണനും ഞാൻ തന്നെ, ജീവാത്മാവും ഞാൻ തന്നെ, പരമാത്മാവും ഞാൻ തന്നെ. അതായത് ഞാനും എൻ്റെ കൃഷ്ണനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലല്ലോ, ഞങ്ങൾ രണ്ടും ഒന്നല്ലേ. അങ്ങനെയുള്ള ആ കൃഷ്ണനെയാണോ ഞാൻ ഈ പർദ്ദ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു എന്ന് ഭാവിക്കുന്നത് എന്ന് രാധ ചോദിക്കുകയാണ്. അതായത് ഒരിക്കലും നമുക്കിടയിൽ ഒരു മറ വരേണ്ട സാഹചര്യമില്ല. കാരണം ഞാനും നീയും ഒന്നാണ്. ഹം ദോനോം ഏക് ഹെ, ജീവാത്മാ और പരമാത്മാ ഏക് ഹെ. അപ്പോൾ ആ മാനുഷിക ഭാവവും ഈശ്വരീയ ഭാവവും രണ്ടും രണ്ടല്ല. അത് നമുക്ക് തരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് ആ ഈശ്വരൻ്റെ കൺസെപ്റ്റാണ്. അതായത് ദൈവം നമ്മിൽ തന്നെ ഉണ്ട്, നമ്മളിൽ തന്നെ ആ ഈശ്വരീയ ശക്തിയുണ്ട് എന്നുള്ളതാണ് ആ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഈശ്വരീയ സങ്കല്പത്തെയാണോ ഞാൻ എന്നിൽ നിന്ന് ഈ മൂടുപടമിട്ട് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഞാൻ എത്ര വിഡ്ഢിയാണ് എന്ന് രാധ സ്വയം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഇസ് വേളാമേം, ഈ അവസരത്തിൽ अपने को अपने से छिपाने के लिए मेरे पास कोई आवरण नहीं रहा. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എന്താണ്? എന്നിൽ നിന്ന് എന്നെ തന്നെ ഒളിക്കാൻ, ചിപാന ഒളിക്കുക, ഒളിക്കാൻ എൻ്റെ അടുത്ത് ഒരു ആവരണവുമില്ല. എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന കൃഷ്ണനെ ഞാൻ എങ്ങനെയാണ് എന്നിൽ നിന്ന് വേർപെടുത്തുന്നത്? കൃഷ്ണൻ എൻ്റെ മനസ്സിൽ തന്നെയാണ്. അങ്ങനെയുള്ള കൃഷ്ണനെ ഞാൻ എന്ത് ആവരണം കൊണ്ടാണ് മറയ്ക്കുക? തും മേരെ ജിസ്മ കെ ഏക് ഏക് താരസെ ഝങ്കാർ ഉഡോകെ. അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു ഉപമയിലേക്ക് വരികയാണ്. അവളുടെ ശരീരം അവളൊരു സിതാർ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിതാറിൽ നിന്ന് ബഹിർഗമിക്കുന്ന സംഗീതമായിട്ടാണ് കൃഷ്ണനെ പറയുന്നത്. അതായത് സംഗീതം ആ സിതാറിൽ തന്നെ ഉറഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ശരീരമാകുന്ന ആ സിതാറിലെ ഏക് ഏക് താർ, ഓരോ തന്ത്രികളിൽ നിന്ന് തും ഝങ്കാറുടെ ഹേ, നീ ഇപ്പോൾ എന്തു ചെയ്യും? സംഗീതമായി ബഹിർഗമിക്കും. ഝങ്കാറുടേകെ, മുഴങ്ങിക്കേൾക്കും. നിന്റെ സംഗീതം ഇവിടെ മുഴങ്ങിക്കേൾക്കും. സുനോ, കേൾക്കൂ. സച്ച് ബത്ലാന മേരെ സ്വർണിം സംഗീത്. സുനോ സച്ച് ബത്ലാന മേരെ സ്വർണിം സംഗീത്.
इस क्षण की प्रतीक्षा में तुम कब से मुझ में छिपे सो रहे थे? തും കബ് സേ മുജ്മേം ചിപേ സോ രഹേ ഥേ യഹ് ബതാവോ. കൃഷ്ണനോട് ചോദിക്കുകയാണ്, നീ എന്നു മുതലാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കൂടാൻ തുടങ്ങിയത്? സംഗീതമായി, ഈ സിതാറിനുള്ളിൽ സംഗീതമായി നീ എന്നു മുതലാണ് ഉറങ്ങിക്കൂടാൻ തുടങ്ങിയത്? ചിപേ സോ രഹേ ഥേ, സോന ഉറങ്ങുക. അപ്പോൾ എന്നു മുതലാണ് നീ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മയങ്ങി കിടന്ന് തുടങ്ങിയത് എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. സച്ച് ബത്ലാന, സത്യം പറയൂ. ഹേ സ്വർണിം സംഗീത്, സുവർണ സംഗീതമേ, എൻ്റെ ശരീരമാകുന്ന സിതാറിൽ ഒളിച്ചിരിക്കുന്ന സുവർണ സംഗീതമേ, സച്ച് ബത്ലാവോ, നീ സത്യം പറയൂ. ഇസ് ക്ഷണകി പ്രതീക്ഷാമേ, ഈ ഒരു നിമിഷത്തിൻ്റെ പ്രതീക്ഷയിൽ, ഈ മധുര സംഗീതം മുഴങ്ങിക്കേൾക്കുന്ന ഈ ഒരു ആനന്ദ വേളയിൽ, ഈ സംഗീതമായി ഇങ്ങനെ അലയടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിനായി നീ എന്നു മുതലാണ് എൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയത് എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ എന്നല്ല അവൾ സംബോധന ചെയ്യുന്നത്, മധുര സംഗീതമേ എന്നാണ്. അതായത് എൻ്റെ ശരീരമാകുന്ന സിതാറിൽ ഉറങ്ങിക്കിടക്കുന്ന മധുര സംഗീതമേ, തും യഹ് ബത്ലാദോ, എനിക്ക് പറഞ്ഞു തരൂ. സച്ച് ബത്ലാദോ, സത്യം പറഞ്ഞു തരൂ. സ്വർണ്ണ സംഗീത് ഈ ക്ഷണക്കി പ്രതീക്ഷാമേ, ഈ ഒരു ക്ഷണത്തിനായി, അതായത് സംഗീതമായി ഇങ്ങനെ നീ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു നിമിഷത്തിനായി നീ എന്നു മുതലാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്ന് കയറിയത്, എന്നാണ് നീ എൻ്റെ ഉള്ളിൽ കയറി പറ്റിയത് എന്നാണ് രാധ അവിടെ കൃഷ്ണനോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കവിതയിൽ നമ്മൾ കാണുന്നത് കൃഷ്ണനും രാധയും തമ്മിലുള്ള ആ അഭേദ്യമായ സ്നേഹബന്ധം, അവർക്കിടയിലുള്ള പ്രണയത്തിൻ്റെ തീവ്രത. അപ്പോൾ കൃഷ്ണനെ കാണുമ്പോൾ അവൾ എത്രത്തോളം ലജ്ജാവതിയാകുന്നു. എന്നിട്ട് അവസാനം അവൾ പറയുന്നു, എന്താണ്, ലജ്ജയ്ക്കിടയിൽ തന്നെ അവൾ പറയുന്നു, ഞാൻ ഇന്നുവരെ ഇരുട്ടിലല്ലാതെ, തമുക്കേ ബിന, ഇരുട്ടിലല്ലാതെ നിന്നെ കണ്ടിട്ടില്ല, പർദ്ദയ്ക്കുള്ളിൽ നിന്നല്ലാതെ നിന്നെ കണ്ടിട്ടില്ല, അത്രത്തോളം നിന്നെ കാണുമ്പോൾ ഞാൻ ലജ്ജാവതിയാണ്. പക്ഷേ അത്രയും ലജ്ജാവതിയായി, അല്ലെങ്കിൽ ആ ഒരു ആവരണത്തിൻ്റെ ബലത്തിൽ നിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള ഞാൻ ഇന്ന് തിരിച്ചറിയുന്നത് അപ്നേസെ അപ്നേക്കോ ജിപാന സംഭവ് നഹി ഹെ എന്നാണ്. എന്നിൽ നിന്ന് എന്നെ തന്നെ മറയ്ക്കുക സംഭവ്യമല്ല. കാരണം ഈശ്വരൻ എന്നിൽ തന്നെയാണുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പ്രണയിതാവായ കൃഷ്ണൻ എൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അങ്ങനെയുള്ള കൃഷ്ണനെ ഞാൻ ഏത് മൂടുപടം വെച്ചാണ് മറയ്ക്കുക? അത് സംഭവ്യമല്ലെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. യഹ് അകസ്മാത് മുझे അനുഭവ ഹോത്താ ഹെ, ഇന്ന് ആകസ്മികമായിട്ടാണ് എനിക്ക് ആ ഒരു അനുഭവം, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത്. എന്താണ്? കി ഉസ്കെ ജിസ്മ രൂപി സിതാർ കെ താർ താർ മേ മുസ്കാ പ്രിയതം ഝംകൃത് ഹോഡ്താ ഹെ, അതായത് എൻ്റെ ശരീരമാകുന്ന സിതാറിൻ്റെ ഓരോ തന്ത്രികളിലും ആ ഈശ്വരീയ സംഗീതം ഉറഞ്ഞു കിടക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ യഹാം രാധ കൃഷ്ണ ദോനോ കാ ദ്വൈത് ഭാവ് സമാപ്ത് ഹോ ഗയാ ഹെ, അവർ രണ്ടും രണ്ടല്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ദോനോം ദ്വൈത് നഹി ഹെ, ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്. അപ്പോൾ ഇവിടെ ദ്വൈതമല്ല നമ്മൾ കാണുന്നത്, അതായത് രണ്ട് എന്ന ഭാവനയല്ല നമ്മൾ കാണുന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത്. രണ്ടാണല്ലോ. അപ്പോൾ ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടായിരിക്കുന്ന അവസ്ഥ, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇവിടെ അവർ ദ്വൈതഭാവത്തിലല്ല ഉള്ളത്, അദ്വൈത ഭാവത്തിലാണ്, അതായത് രണ്ടല്ലാത്ത അവസ്ഥയിലാണ്, രണ്ടുപേരും ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ യഹാം ദ്വൈതഭാവ സമാപ്ത് ഹോ ഗയാ ഹെ, അവർ തമ്മിലുള്ള ആ രണ്ട് എന്ന ഭാവന ഇവിടെ ഇല്ല. ദോനോ മേം ഏകമേക ഭാവ് സ്ഥാപിത് ഹോ ഗയാ ഹെ, അപ്പോൾ രണ്ടുപേരും ഒന്നാണെന്നുള്ള ഒരു സങ്കല്പമാണ് നമ്മളിവിടെ കാണുന്നത്. तो राधा अपने प्रीतम कनु से पूछती है, തൻ്റെ പ്രിയതമനായ കനുവിനോട് രാധ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? തും സ്വർണിം സംഗീത് കെ രൂപമേ, ഇങ്ങനെ സുവർണ സംഗീതമായി, സിതാർ രൂപി മേരെ ജിസ്മേ കബ്സെ ജിപേ സോ രഹേ ഥേ, ഇങ്ങനെ സുവർണ സംഗീതമായി എൻ്റെ ശരീരമാകുന്ന സിതാറിൽ നീ എന്നു മുതലാണ് ഒളിച്ചിരിക്കാൻ തുടങ്ങിയത്? അപ്പോൾ ഇങ്ങനെ ഈ കവിതയിലൂടെ ഭാരതി നമ്മളോട് പറഞ്ഞു തരുന്നത് രാധാകൃഷ്ണക്ക് മിലൻ ഭാവ് ഹെ, രാധയുടെയും കൃഷ്ണൻ്റെയും ആ ഒരു സംയോഗം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂടിച്ചേരൽ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നു ആത്മാ और പരമാത്മാ की അഭിന്നത, ആത്മാവും പരമാത്മാവും അഭിന്ന ഹെ, അല്ലെങ്കിൽ രണ്ടല്ല എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലൗകിക് സ്തർ पर प्रस्तुत गीत में नारी सुलभ लज्जा है. അപ്പോൾ ഒരു ലൗകികമായ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ രാധയെ നോക്കുകയാണെങ്കിൽ, ഉസ്മേ നാരി സുലഭ് ലജ്ജ ഹെ, അപ്പോൾ തൻ്റെ പുരുഷനെ കാണുമ്പോഴുള്ള നാരി സഹജമായ ആ ലജ്ജ രാധയിൽ നമ്മൾ കാണുന്നുണ്ട്. और പുളക് ഭാവ് ഹെ,
അപ്പോൾ കൃഷ്ണനെ കാണുമ്പോഴുള്ള അവളുടെ ആ ഒരു ശൃംഗാരഭാവം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ ഒരു പ്രണയകാവ്യമായിട്ട് നമുക്ക് ഈ പറയുന്ന ദൂസരാ ഗീതിനെ കാണാൻ സാധിക്കും.